അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അൽമുഫീന അഹ്ദ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഇബും വലഹ്വ് വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂന അഫലാ തഅഖിലൂൻ. സദഖല്ലാഹുൽ അലീം. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഹിജറ കലണ്ടറിലെ അവസാനത്തെ മാസമായ ദുൽഹിജ്ജ 29 അഥവാ ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ നമ്മൾ പുതിയ മാസത്തെ, പുതിയ വർഷത്തെ വരവേൽക്കുകയാണ്. അള്ളാഹു പുതിയ വർഷം എല്ലാ വിധത്തിലുള്ള ഖൈറിലും റാഹത്തിലും സന്തോഷത്തിലും പ്രതാപത്തിലും ആക്കിത്തരുമാറാവട്ടെ. എല്ലാ ബലാഹ് മുസീബത്തുകളെ തൊട്ടും നമ്മളെ തൊട്ടും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഹിജറ കലണ്ടർ 1447 അവസാനിച്ചുകൊണ്ട് 1448 നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പറ്റി നമുക്ക് ചിന്തിക്കുകയും പുതിയ വർഷം ഏത് രീതിയിൽ മുന്നോട്ടു പോകണമെന്ന് ആലോചിക്കുകയും ചെയ്യേണ്ട സന്ദർഭത്തിലാണല്ലോ നമ്മൾ ഉള്ളത്. പക്ഷേ ഇന്ന് ലോകം മുഴുക്കെ എന്ന് തന്നെ പറയാം കളിയുടെ ലഹരിയിലാണ്. ലോകത്തെവിടെയോ നടക്കുന്ന കളിയാണെങ്കിലും നമ്മുടെ കേരളീയർ, വിശിഷ്യ മുസ്ലിമീങ്ങൾ, അവർക്ക് വല്ലാത്ത ആവേശം എന്നതല്ല, അവരെ അതൊരു ലഹരിയാക്കി മാറ്റിക്കളഞ്ഞിരിക്കുന്നു എന്നതാ വസ്തുത. അങ്ങനെ ഉണ്ടല്ലോ, കളിക്കണം, കളി കാണണം, അതൊരു വിഷയമല്ല. അതേ സമയത്ത് അതിൻ്റെ അടിമകളായി മാറി അതിനു വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായി, അതിനു വേണ്ടി വല്ലാത്ത വീറും വാശിയും കേരളത്തിലെ പോലെ വേറെ എവിടെ ഉണ്ടാവില്ല. വിശിഷ്യ മുസ്ലിമീങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ഈ ലോക ഫുട്ബോളർമാരുടെ നാട്ടിൽ പോലും അവർക്ക് കിട്ടാത്ത അംഗീകാരമാണ് കേരളത്തിലെ ഓരോ പ്രദേശത്തും കിട്ടുന്നത്. ഒരു കൂട്ടർ 400 അടിയുടെ ഫ്ലക്സ് വെച്ചാൽ മറ്റൊരു കൂട്ടർ 600 അടിയുടെ ഫ്ലക്സ് വെക്കുകയാണ്. അങ്ങനെ ചുരുക്കത്തിൽ പലയിടങ്ങളിലും കളിയുടെ പേരിൽ സംഘർഷം, ഒരു ഭാഗത്ത് വെറ്റുവെക്കല്, ഇങ്ങനെ എന്തോ അടിമകളായി ഒച്ചപ്പാടും ബഹളവും പടക്കം പൊട്ടിക്കലും ഉറക്കൊഴിക്കലും ഈ നിലക്ക് കളി പലർക്കും അതൊരു ലഹരിയായി ഒരു മാനസിക രോഗികളാക്കി ഭ്രാന്തന്മാരാക്കി മാറ്റിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശുദ്ധ ഖുർആൻ പറഞ്ഞറിയോ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഇബും വലഹ്വ്. ഈ ഭൗതിക ജീവിതം കളിയും വിനോദവും മാത്രട്ടോ എന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ അടുത്ത ശൈലി ഇതാ മനസ്സിലാക്കണേ, വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. എന്നാൽ പരലോകത്തെ വീട് അതാണ് കേട്ടോ, ഖൈറുൻ ഏറ്റവും നല്ലത്, ലില്ലദീന യത്തഖൂൻ മുത്തഖീങ്ങളായ സൂക്ഷ്മാലുക്കളായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. ഇത് വെറും വിനോദവും കളിയും മാത്രാണ് കേട്ടോ. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇതാ ഖുർആന്റെ ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരാ? അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം എന്താ?
നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മ വതഗൈനൽ ഇസ്സത ഫീ ഗൈരി അദല്ലനല്ലാഹ്. നഹ്നു നാം ഖൗമുൻ ഒരു വിഭാഗമാണ്, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം അള്ളാഹു പരിശുദ്ധ ഇസ്ലാം മുഖേന നമുക്ക് പ്രതാപം നൽകിയിരിക്കുന്നു, ഇസ്സത്ത് നൽകിയിരിക്കുന്നു. എന്നാൽ ഇസ്ലാം അല്ലാത്ത മറ്റൊരു കാര്യത്തിൽ നമുക്ക് പ്രതാപം അന്വേഷിച്ചു പോയാൽ അള്ളാഹു നമ്മളെ നിന്ദ്യരാക്കും. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഭരണാധികാരി, പേര് കേട്ടാൽ കിസ്റ കൈസർ വിറയൽ കൊള്ളുന്ന ഭരണാധികാരി സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെതാണ് ഈ വാക്ക്. ആലോചിച്ച് നോക്ക് ഇന്ന് നമ്മുടെ കഥ. ഈ കളി വന്നതോടുകൂടെ നമ്മുടെ മാനസിക അവസ്ഥ, എത്ര മണിക്കൂറുകൾ ഉറക്കൊഴിക്കാൻ നമ്മൾ തയ്യാറാവുന്നു, എത്ര കാശുകൾ ഫ്ലക്സ് വെക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു. അങ്ങനെ എന്തോ ഒരു മസ്ത് പിടിച്ചതുപോലെയുള്ള ഒരു അവസ്ഥയല്ലേ മുസ്ലിമീങ്ങളായ നമുക്ക് വന്നെത്തിയിരിക്കുന്നത്. ലേശം നമ്മളൊന്ന് ചിന്തിക്കണം. എന്തെങ്കിലും ഒരു ഉപകാരം ഈ കളി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? ഖുർആന്റെ ശൈലി എന്നതല്ലേ, ഖുർആനിന്റെ ശൈലി എന്നതല്ലേ, ഇതാ നിങ്ങൾക്ക് പരലോകത്തുള്ള ജീവിതാനിട്ടോ ഖൈറ് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാ ചോദിക്കുന്നത്. സൂറത്തുൽ മോമിനൂനില് മോമിനീങ്ങളുടെ ഒരുപാട് അടയാളം പറയുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മോമിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞിട്ട് ഇതാ നിശ്ചയം സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസികളുടെ അടയാളങ്ങൾ എണ്ണുമ്പോ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. എന്താ സത്യവിശ്വാസികളുടെ അടയാളങ്ങളിൽപ്പെട്ടത്? സത്യവിശ്വാസികളുടെ അടയാളങ്ങളിൽപ്പെട്ടത് എന്താണ്? വല്ലദീനഹും അനിൽ ലഗ്വി, ഒരു കൂട്ടരാണ് ലഗ്വിനെ തൊട്ട് മുഅ്രിദൂൻ, അവര് തിരിഞ്ഞു കളയുന്നവരാണ്. ലഘുവിനെ തൊട്ട്, തെറ്റുകുറ്റങ്ങളെ തൊട്ട് എന്ന് പറഞ്ഞാൽ അൽ ലഗ്വു അൽ ഫിഅലുല്ലദീ ലാ ഫായിദത ഫീ, ഒരു നേട്ടവും ഇല്ലാത്ത പ്രവർത്തനം. വാക്കുകളാവട്ടെ പ്രവർത്തനങ്ങളാവട്ടെ ഒരു ഫായിദയും ഇല്ലാത്ത പ്രവർത്തനം, അത് ലഗ്വ. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനില്, വഇദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമാ, അനാവശ്യ വൃത്തികൾക്ക് അടുത്തുകൂടെ അവർ പോകുമ്പോ മറൂ കിറാമ, അവര് മാന്യന്മാരായി നടന്നു നീങ്ങുന്നവരാണവർ, അനാവശ്യങ്ങളിൽ ഇടപെടാത്തവരാണവർ എന്നാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ ഇബാദുർ റഹ്മാനിന്റെ, അള്ളാഹുവിന്റെ ശരിയായ അടിമകളുടെ 12ഓളം അടയാളങ്ങൾ എണ്ണിയപ്പോ അക്കൂട്ടത്തിലും പറഞ്ഞതാണ് ലഘുവായ കാര്യങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുക. ലഘുവിന്റെ അരികിലൂടെ നടന്നു പോകുമ്പം തന്നെ അവര് മാന്യന്മാരായി നടന്നു പോവുക. ഇന്ന് വല്ലാതെ മുസ്ലിം സമൂഹത്തെ പ്രത്യേകിച്ചും എന്തൊക്കെ ആഭാസങ്ങളാണ് കളിയുടെ പേരിൽ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. തലമൊട്ട അടിക്കുന്നവർ ഒരു ഭാഗത്ത്, മുടി നീട്ടി വളർത്തുന്നവർ മറ്റൊരു ഭാഗത്ത്, ബെറ്റ് വെച്ചിട്ട് മീശ പകുതി മുറിക്കുന്നവർ വേറൊരു ഭാഗത്ത്. ഇതൊന്നും പോരാ, തല ഫുട്ബോളിന്റെ ആകൃതിയിലാക്കുന്നവർ, അങ്ങനെ ടിവിയുടെ മുമ്പിൽ ഈത്തിക്കാഫിരിക്കുന്നവർ, പടക്കം പൊട്ടിച്ചുകൊണ്ടും ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടും എന്തോ ഒരു മാനസികം പിടിച്ചതുപോലെ ഭ്രാന്തന്മാരായി മാറിപ്പോയി നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ. അവരുടെ കാശുകൾ നല്ലോണം ചെലവഴിക്കുന്നു, അമൂല്യമായ സമയങ്ങൾ മുഴുവനും ചെലവഴിക്കുന്നു. രാത്രി കാലങ്ങളിലൊക്കെ ഉറക്കൊഴിച്ചുകൊണ്ട് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് രാത്രി അവർ സജീവമാക്കുകയാണ്. ഇതെല്ലാം നമുക്ക് യോജിച്ച പരിപാടിയാണോ? കളി എന്ന് പറഞ്ഞാൽ നിരുപാധികം അത് നിഷിദ്ധമാക്കിയിട്ടില്ല എന്നത് നേരാണ്.
അതേ സമയത്ത് ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അതിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ലാ യുഹിബ്ബുല്ലാഹു ഇളാഫത്തൽ മാലി ഫീ ഗൈരി വജീഹി എന്ന മുത്തുനബി നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു ഇഷ്ടപ്പെടൂല കേട്ടോ, അള്ളാഹുവിന്റെ മാർഗം അല്ലാത്തതില് സമ്പത്ത് പാഴാക്കലിന് അല്ല ഇഷ്ടപ്പെടൂല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നൽ മുബദ്ദിരീന, തീർച്ചയായും ദൂർത്തടിക്കുന്നവർ അവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണെന്ന് സൂറത്ത് ഇസ്രായിൽ. വിനോദങ്ങൾ സമ്പൂർണ്ണമായിട്ട് നിഷിദ്ധമല്ല, പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് സ്മരണയിൽ നിന്ന് നമ്മൾ അകറ്റുന്നു, നമ്മുടെ അമൂല്യമായ സമയം നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ പണം നഷ്ടപ്പെടുത്തുന്നു, അനിസ്ലാമിക സംസ്കാരങ്ങളെ അനുകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇവകളൊക്കെയല്ലേ ഇന്ന് കളിയിലൂടെ ഇന്നിന്റെ സമൂഹം നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വേള നമ്മളൊക്കെ ആലോചിക്കേണ്ട സന്ദർഭമാണ്. ഹിജറ കലണ്ടർ 1447 നമ്മളോട് വിട പറഞ്ഞുകൊണ്ട് 48 നമ്മൾ പ്രവേശിക്കുന്ന ഈ സന്ദർഭം നമ്മൾ ലേശം ചിന്തിക്കണം. നമ്മുടെ സംസ്കാരം നമ്മൾ മറന്നു പോവരുത്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നു പോവരുത്. നമ്മൾ മറ്റുള്ള സംസ്കാരത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ അള്ളാഹു നമ്മുടെ സമയങ്ങളെപ്പറ്റി, നമുക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെപ്പറ്റി, നമ്മുടെ യുവത്വത്തെ പറ്റി എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഈ യുവ സുഹൃത്തുക്കളെ നമ്മളുടെ ആലോചനകളിൽ വരണമെന്ന് വിനയമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.